നബി ഞങ്ങൾ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, പൈസയെ ആരാധിക്കുന്ന പൈസയുടെ ആളുകൾ എന്നുദ്ദേശിക്കുന്നിടത്ത് പൈസയുടെ അടിമകൾ എന്ന് പറഞ്ഞു നബി തങ്ങൾ. അള്ളാഹിന്റെ അടിമ എന്നാ പറയേണ്ടത്. തഈസ, നഷ്ടപ്പെട്ടു പോയി, തകർന്നുപോയി. ആര്? അബ്ദുദ്ദീനാർ, ദീനാറിന്റെ അടിമകൾ. ദീനാർ എന്ന് പറഞ്ഞ സ്വർണ്ണ നാണയമാണെന്ന്. പിന്നെ പറഞ്ഞു തഈസ അബ്ദുദ്ദിർഹമി, ദിർഹമിന്റെ വെള്ളി നാണയത്തിന്റെ അടിമകളും നശിച്ചു പോയിരിക്കുന്നു. പൈസയെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ചിലർക്ക് അങ്ങനെയാ. കാശ് കണ്ട അവിടെ വീഴും. അത് ഹലാലും ഹറാമൊന്നും വിഷയം. അത് ലോട്ടറി കിട്ടിയാലും പൊക്കലിട്ട് പോരും. അതൊക്കെ ഹലാലാന്ന് പറയും. എന്തേ? പൈസയുടെ അത്രക്ക് ആർത്തിയാണ്. അത്തരം ആളുകൾ തഈസ, അവർ നശിച്ചിരിക്കുന്നു. തഈസ അബ്ദുൽ ഖതീഫ, തഈസ അബ്ദുൽ ഖമീസ. അന്നത്തെ വിലപിടിപ്പുള്ള 2 വസ്ത്രങ്ങളാണത്. വിലപിടിപ്പുള്ള പട്ടുവസ്ത്രങ്ങളാണ്. അതൊക്കെ കിട്ടിയ തരക്കേടില്ല. അതിന് മാത്രം ജീവിക്കുന്നവർ, അതായിരിക്കും അവരുടെ ജീവിതത്തിന്റെ ആഗ്രഹം. ഞാൻ ഇന്നലെ ഒരാളുടെ ഒരു വോയിസ് കേൾക്കുകയായിരുന്നു. അപ്പോൾ അയാൾ പറയും, എൻ്റെ ജീവിതത്തിൽ വലിയ ആഗ്രഹം പക്ഷെ മുന്തിയ വണ്ടിയൊക്കെ വാങ്ങണമെന്നാ. ഞാൻ അത്രേ ചെയ്യാറുള്ളൂ. ആയിക്കോട്ടെ, ഹലാലാണെങ്കിൽ അള്ളാഹ് സാധിപ്പിച്ചു കൊടുക്കട്ടെ. പക്ഷേ വാഹനത്തോട് ഒരു തരം ആരാധന തോന്നുന്ന ഒരു കാലമാണിത്. ചെറിയ കുട്ടികൾക്ക് മുതൽ വലിയവർക്ക് വരെ ഒരു വലിയൊരു വാഹനം, ഒരു അത്യാവശ്യം വിലപിടിപ്പുള്ള വണ്ടി കണ്ട അവിടെ വണ്ടി നിർത്തിയിട്ട് നോക്കുന്നു. ഓ, ഇപ്പോൾ ഡിഫൻഡറൊക്കെ പോയാൽ ഇങ്ങനെ നോക്കുന്നു അല്ലേ. ഓ, എന്തോ ചുരുക്കുള്ള വണ്ടിയാണ്, കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഔട്ടാവും, വേറെ വണ്ടി വരും. അപ്പോൾ വാഹനത്തോട്, ചിലർക്ക് വാച്ചിനോട് ഭയങ്കര ക്രേസായിരിക്കും, ചില ആൾക്ക് മൊബൈൽ ഫോണോട് ക്രേസ്. ഇത് പരിധി വിട്ടുപോയാൽ അതിര് വിടും. നിബിധങ്ങൾ നശിച്ചു എന്ന് പറഞ്ഞതിൽ പെട്ടുപോകും. പാകത്തിന് മതി, ആവശ്യത്തിന് ഉപയോഗിക്കാം. വണ്ടിയുടെ പാർക്ക് ചെയ്തിട്ട് എന്താ കാര്യം? ആ വണ്ടി ഉപയോഗിച്ച് നീ പള്ളി പോകുന്നുണ്ടോ? ആ വണ്ടി ഉപയോഗിച്ചിട്ട് നീ വാത് കേൾക്കാൻ വേണ്ടി പോകുന്നുണ്ടോ? ആ വണ്ടി ഉപയോഗിച്ച് ദഅവത്തിന് പോകുന്നുണ്ടോ? ആ വണ്ടി ഓടിച്ചിട്ട് ഏതെങ്കിലും പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി പോകുന്നുണ്ടോ? അതൊരു വസീലയല്ലേ? ഇറ്റ്സ് എ മീഡിയം. അതൊരു ഒരു 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 മീഡിയമാണ്. അത് ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്യണം അല്ലേ? പൈസ ഉണ്ടാക്കാൻ വേണ്ടി ജീവിച്ചിട്ട് പൈസ എന്തെങ്കിലും ചെയ്യണ്ടേ? എന്തിന് പൈസ ഉണ്ടാക്കുന്നു? ഞാൻ അള്ളാഹ് പൈസ എന്നാൽ ഒരു പള്ളി ഉണ്ടാക്കും, മാഷാ അല്ലാഹ്. ഒരു മദ്രസ ഉണ്ടാക്കി കൊടുക്കും, അൽഹംദുലില്ലാ. അതൊക്കെ ഒരു നല്ല പരിപാടിയാണ്. നേരെ മറിച്ച് പൈസ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ബാങ്കിൽ ഒരുമിച്ച് എന്നിട്ടങ്ങ് മരിച്ചു പോവുക, വല്ല കാര്യമുണ്ടോ? അയാൾ സ്വതക്കും ചെയ്തില്ല, ദാനവും ചെയ്തില്ല, സകാത്തും കൊടുത്തില്ല. ആ സമ്പത്തിനോട് അള്ളാഹുവിനോട് വിചാരണ പറയണ്ടേ, ഹിസാബ് ചെയ്യണ്ടേ? തങ്ങൾ പറയാ, പൈസയെ ആരാധിക്കുന്നവര്, വസ്ത്രങ്ങളെ ആരാധിക്കുന്നവര്, വാഹനങ്ങളെ ആരാധിക്കുന്നവര്, അവര് നശിച്ചു. പിന്നെ പറഞ്ഞു എന്തൊരു വാക്കാന്നറിയത്. തങ്ങൾ പറഞ്ഞു, അവര് നശിക്കട്ടെ, മുഖം കുത്തി വീഴട്ടെ.